സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ വിസ്മരിക്കാനാവാത്ത ഏടുകൾ സമ്മാനിച്ച തൃശൂർ ജില്ലയിലെ അഴീക്കോടിന്റെ ഹൃദയത്തിൽ നിന്നും സ്വാതന്ത്ര്യം എന്ന സ്വപ്നം കണ്ട ഒരു ചെറുപ്പക്കാരൻ. പിന്നീട് അദ്ദേഹം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ സുപ്രധാന പങ്കുവഹിച്ച ഒരു വ്യക്തിത്വമായി മാറുന്നു. അതെ, അഴീക്കോടുകാരുടെ പ്രിയപ്പെട്ട മുഹമ്മദ് അബ്ദുൽ റഹ്മാൻ സാഹിബ്. അദ്ദേഹത്തിന്റെ ജന്മഗ്രഹത്തിലേക്കാണ്, ആ തൃശൂർ ജില്ലയിലെ അഴീക്കോട് എന്ന ഗ്രാമത്തിലേക്കാണ് നമ്മുടെ യാത്ര ഹെറിറ്റേജ് ബൈറ്റ്സിന്റെ. അപ്പൊ പോവാം നമുക്ക്. വാ. നമ്മളിപ്പോൾ കൊടുങ്ങല്ലൂർ ഭാഗത്തേക്കാണ് കേട്ടോ പോകുന്നത്. കൊടുങ്ങല്ലൂർ തൊട്ട് മുമ്പ് കോട്ടപ്പുറത്ത് നിന്ന് അഴീക്കോട് ബീച്ചിലേക്കാണ് നമ്മൾ തിരിഞ്ഞിരിക്കുന്നത്. ഈ അഴീക്കോട് ബീച്ചിലേക്ക് പോകുന്ന വഴിക്ക് ആണ് നമ്മൾ ഇന്ന് പോകുന്ന മുഹമ്മദ് അബ്ദുൽ റഹ്മാൻ സാഹിബിന്റെ ആ മ്യൂസിയം. അഴീക്കോട് വളരെ സുന്ദരമായിട്ടുള്ളൊരു ഗ്രാമമാണ്. അതൊരു തീരദേശ ഗ്രാമം കൂടിയാണ്. തൃശ്ശൂർ ജില്ലയുടെ ഏറ്റവും തെക്കേ അറ്റത്തായിട്ടാണ്. അത് വൈപ്പിൻ മുനമ്പവുമായിട്ടൊക്കെ ചേരുന്ന ഒരു ഭാഗമാണ് ഈ അഴീക്കോട് എന്ന് പറയുന്ന സ്ഥലം. വളരെ സുന്ദരമായിട്ടുള്ള നിരവധി വളരെ ഹെറിറ്റേജ് ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള സ്ഥലങ്ങളുള്ള നാടാണ്. നമ്മളെല്ലാം മുസിരിസിന്റെ ഒക്കെ ഭാഗമാണ് ഈ സ്ഥലങ്ങൾ. അപ്പോൾ നമ്മളിപ്പോൾ അഴീക്കോട് ചാമക്കാല റോഡിൽ കയറി ഇവിടുന്ന് നമ്മൾ കുറച്ചുകൂടെ മുമ്പോട്ട് വരുമ്പോൾ ഇടത്തോട്ട് തിരിയുമ്പോഴാണ് ഈ കാണുന്ന ഈ ഇന്റർലോക്ക് ഇട്ട വഴിയെ കൂടെ ചെന്ന് നമ്മൾ എത്തുകയാണ് സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ആ പ്രധാന വ്യക്തിത്വത്തിന്റെ വീട്ടിലേക്ക്. അഴീക്കോടുകാരുടെ പ്രിയപ്പെട്ട മുഹമ്മദ് അബ്ദുൽ റഹ്മാൻ സാഹിബിന്റെ മ്യൂസിയം. നോക്കിക്കേ. നമുക്ക് അബ്ദുൾ റഹ്മാൻ സാഹിബിന്റെ ഈ വീട്ടിലേക്ക് ഒന്ന് കയറി നോക്കണ്ടേ? നിങ്ങൾക്ക് ആ വീട്ടിലെ അകത്തെ ഭംഗികളൊക്കെ കാണണ്ടേ? എന്തൊക്കെയാണ് കാത്തു വെച്ചിരിക്കുന്നത്? അവിടെ ആർക്കിടെക്ചർ വിസ്മയങ്ങളുണ്ടോ? നോക്കണ്ടേ? വരൂ, വാ. കയറി വരുമ്പോ ഒരു ചെറിയ സ്പേസ് ഉണ്ട്. ഒരു വലുതല്ല, സാമാന്യം വലിയപ്പോഴൊരു അറ ഇവിടെ നമുക്ക് കാണാം. ശരി, ഇവിടുന്ന് രണ്ടായിട്ട് തിരിയുന്നുണ്ട്. നമുക്ക് ഇവിടെ ഒരു റൂമുണ്ട്. വാ. ഈ റൂമില് ഒരു ജനലും 2 വാതിലും ഉണ്ട്. അറയോട് ചേർന്നുള്ളൊരു റൂമാണ് ഇത്. ഇവിടെ നിന്ന് നമ്മുടെ പുറയിലത്തെ വരാന്തയിലേക്ക് ഇറങ്ങാൻ സാധിക്കും കേട്ടോ ഇവിടുന്ന്. യെസ്, ഇപ്പൊ ഇവിടുന്ന് നമ്മൾ ഇറങ്ങുന്നത് ഒരു നടുമുറ്റത്തേക്കാണ് കേട്ടോ. സാമാന്യം നല്ല വലുപ്പമുള്ളൊരു നടുമുറ്റാണ്. ഒരു 4 കെട്ടിന്റെ ആ ഒരു പ്രൗഢി ഇവിടെ നമുക്ക് കാണാം. ഇവിടെ എല്ലാം മുസിരിസ് പൈതൃക പദ്ധതിയുടെ ഭാഗമായിട്ട് അബ്ദുൾ റഹ്മാൻ സാഹിബിന്റെ അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടത്തെ കുറിച്ച് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരൊക്കെ ഉള്ള മഹാന്മാരായിട്ടുള്ള വ്യക്തികൾ വിവിധ മേഖലകളിലെ കലാ കായിക അല്ലെങ്കിൽ ഈ പറയുന്ന സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ പല മേഖലയിലുള്ളവരുടെ വിവരങ്ങളും ഇവിടെ ആലേഖനം ചെയ്തു വെച്ചിട്ടുണ്ട്. യെസ്, ഇതാണ് നമ്മൾ ആദ്യം കയറുന്ന വരാന്തയിൽ നിന്ന് തൊട്ട് റൈറ്റിലോട്ടുള്ള ഭാഗത്ത് ഇവിടെ ഒരു ചെറിയൊരു സ്പേസ് ഉണ്ട്. ഇവിടെ ഒരു കോണിപ്പടിയാണ് കേട്ടോ, മേലോട്ട് ഒരു കോണിപ്പടിയാണ്. നമുക്ക് അങ്ങോട്ട് കയറാം, വാ. അവിടെയാണ്. ആഹാ, നല്ല സ്ലോപ്പാണ്. ഇവിടെ ഒരു കിളിവാതിൽ പോലൊക്കെ ഉണ്ട് കേട്ടോ. വരും. ഏകദേശം നല്ല സ്ലോപ്പുള്ളൊരു കോണിപ്പടിയാണത്. ഇവിടുന്ന് നമുക്ക് ചെറിയ കിളിവാതിൽ പോലെ ഇതിന്റെ സൈഡിലും ഉണ്ട്. ഇതാണ് ഇതിന്റെ 1ാം നില. അവിടെ നിന്ന് മറ്റൊരു റൂമിലേക്കാണ് ഇവിടെ കയറുന്നത് കേട്ടോ. മറ്റൊരു റൂമിലേക്കാണ്. ഞാൻ പറഞ്ഞില്ലേ തുടക്കത്തിലെ തന്നെ ഇതിന്റെ ഒരു ശില്പശൈലത്തിന് ധാരാളം ജനലുകൾ ഇവിടെയുണ്ട്. മാത്രമല്ല അതിന്റെ വ്യൂവിങ് സൈറ്റ് വളരെ രസമാണ്. ഇവിടുന്ന് നോക്കിയാൽ തന്നെ നമുക്ക് ഒരു വല്ലാത്ത ഫീലാണ് കേട്ടോ. മറ്റൊരു കാര്യം, ഇത് ഞാൻ പറഞ്ഞ 1ാം നിലയാണെന്ന്.
ഇതിന് മുകളിലും ഒരു ചെറിയ സാധനങ്ങൾ സൂക്ഷിക്കാനായിരിക്കാം, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ. എന്തായാലും മുകളിലൊരു സ്പേസ് ഉണ്ട്. നിങ്ങൾക്ക് കയറാൻ പറ്റുമോ എന്നറിയില്ല, ഞാൻ ഒന്ന് കയറി നോക്കട്ടെ. ഇവിടെയും നല്ല സ്പേസ് ഉണ്ട്, അവിടെയും ചെറിയ ജനാലകൾ നൽകിയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഈ ഒരു ജന്മഗൃഹത്തിൻ്റെ പ്രത്യേകത. ഏറെ ഇതിൻ്റെ ആർക്കിടെക്ചറലായിട്ട് തന്നെ എനിക്കൊന്നൊരു മലബാർ ശൈലി ഇതിൽ വന്നിട്ടുണ്ട്. എനിക്കൊന്ന് നമ്മുടെ ഇടയിലുള്ള പല വിവിധ മേഖലകളിലെ ഒരു എന്താ പറയുക ഒരു ആർക്കിടെക്ചർ ഭംഗി ഇവിടെ കാണാൻ സാധിക്കും. ജനലുകളിൽ പ്രത്യേകതയുണ്ട്, ഇതിൻ്റെ തട്ടിൻപുറങ്ങളിൽ പ്രത്യേകതയുണ്ട്, കിളിവാതിലുകളിൽ കാണാൻ സാധിക്കും. അങ്ങനെ നാലുകെട്ടുണ്ട്. നാലുകെട്ട് എന്ന് പറഞ്ഞാൽ പൊതുവെ മെയിൻ ബിൽഡിങ്ങിനോട് ചേർന്ന് മറ്റൊരു സൈഡായിട്ടാണ് അവർ ആ ഒരു നടുമുറ്റം ക്രമീകരിച്ചിരിക്കുന്നത്. അതെ, ഞാൻ നമ്മുടെ അബ്ദുറഹ്മാൻ സാഹിബിന്റെ ഈ വീടിന്റെ ഉമ്മറത്തിരിക്കുകയാണ്. ഇവിടെ എനിക്ക് കൂട്ടായിട്ട് മറ്റൊരു അതിഥി കൂടിയുണ്ട്. അദ്ദേഹം മറ്റാരുമല്ല, ഞാൻ പറഞ്ഞല്ലോ, മുസ്ലിസ് പൈതൃക പദ്ധതിയുടെ ഭാഗമാണ്, അതിന്റെ പരിപാലനത്തിന്റെ ഭാഗം കൂടിയാണ് ഈ പറയുന്ന ഈ ജന്മഗൃഹം. ആ പദ്ധതിയുടെ ഭാഗമായ ഈ ജന്മഗൃഹത്തിന്റെ ഗൈഡ് കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട നസ്രിയ ബാലഗോപാൽ. നസ്രിയാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമസ്കാരം നസ്രിയ. നമസ്കാരം. അപ്പം ഹെറിറ്റേജ് വൈസിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഈ അബ്ദുറഹ്മാൻ സാഹിബിനെ കുറിച്ച്, അദ്ദേഹവും ഈ ജന്മഗൃഹവുമായിട്ടുള്ള ബന്ധം, ഈ അഴീക്കോടുമായിട്ടുള്ള ബന്ധമൊക്കെ അറിയാൻ വേണ്ടി വന്നതാണ്. എന്തൊക്കെയൊന്ന് പറഞ്ഞത് ഞങ്ങളുടെ പ്രേക്ഷകർക്കായിട്ട്. എന്തായാലും മുസ്ലിസ് പൈതൃക പദ്ധതിയിലേക്ക് നിങ്ങൾ എത്തിയതിന് ഒരുപാട് സന്തോഷം. നമ്മുടെ പരിപാടിയുടെ പേര് തന്നെ പൈതൃകവുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു ഭവനം നിൽക്കുന്നതും അത്തരത്തിലുള്ള ഒരു പൈതൃക പദ്ധതിയുടെ ഭാഗമായിട്ട് തന്നെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ സൂചിപ്പിച്ചു അഴീക്കോട് എന്ന് പറയുന്ന ഗ്രാമം, അത് നമ്മുടെ കൊടുങ്ങല്ലൂരിന്റെ ഭാഗമാണ്. കൊടുങ്ങല്ലൂരിനെ പറ്റി പറയുകയാണെങ്കിൽ ശരിക്കും കേരളത്തിലെ ഏറ്റവും വലിയൊരു മതസൗഹാർദ്ദം നിലനിൽക്കുന്ന ഒരു നാട് കൂടെയാണ്. കാരണം ഒരു 2000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പല വിദേശ ശക്തികളും കച്ചവടത്തിന് വേണ്ടി വന്നത് നമ്മുടെ ഈ തൊട്ടടുത്തുള്ള തുറമുഖ നഗരത്തിൽ കൂടെയാണ്. പിന്നീട് ഒരു 1341 ഉണ്ടായ വെള്ളപ്പൊക്കത്തിൽ ഈ പറയുന്ന മുസ്ലിസ് എന്ന് പറയുന്ന ആ ഒരു നമ്മുടെ പ്രദേശം മുഴുവൻ വെള്ളത്തിനടിയിൽ പെട്ടു പോവുകയും അതിന്റെ ഒരു ഭാഗമായിട്ടാണ് പിന്നെ നമ്മുടെ കൊച്ചി തുറമുഖമൊക്കെ ഉണ്ടാവുന്നത്. അപ്പൊ ഇത്തരത്തിൽ വലിയൊരു ചരിത്രാവശേഷിപ്പുകളുള്ള ഒരു നാട് കൂടെയാണ് നമ്മുടെ. അത്തരത്തിലുള്ള ഒരു നാടിലാണ് ആദ്യമേ നിങ്ങൾ സൂചിപ്പിച്ച അബ്ദുറഹ്മാൻ സാഹിബിനെ പോലെയുള്ള ഒരു വലിയ മനുഷ്യൻ, നമ്മൾ വീരപുത്രൻ എന്ന് പറയുന്ന അദ്ദേഹം ജനിച്ചത്. ഒരു 1798 കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിന്റെ ജനനം എന്ന് പറയുന്നത്. പക്ഷെ അത്രയും വലിയൊരു പോരാളി അല്ലെങ്കിൽ ശക്തനായ ഒരു നേതാവ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മരണവും വളരെ പെട്ടെന്നായിരുന്നു. 1945 ആയപ്പോഴത്തേക്കും അദ്ദേഹം മരണപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ അദ്ദേഹത്തിനെ പോലുള്ള ഒരു വലിയ മനുഷ്യൻ ജനിച്ച വീടിന്റെ മുമ്പിൽ ഇരുന്നു കൊണ്ടാണ് നമ്മൾ രണ്ടുപേരും ഇന്നിപ്പോ സംസാരിക്കുന്നത്. ഈ അദ്ദേഹം ജനിച്ചത് ഇവിടെയാണ്. എത്ര നാൾ വരെ അദ്ദേഹം ഇവിടെ ജീവിച്ചു? അദ്ദേഹം 1898 ജനിച്ചു. പിന്നെ അതിനുശേഷം അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിന് വേണ്ടി അദ്ദേഹം കോഴിക്കോടേക്ക് പോവുകയാണ് ചെയ്തത്. പിന്നീട് അവിടെ നിന്ന് തുടർ പഠനത്തിന് വേണ്ടിയിട്ട് മദ്രാസിലേക്ക് പോയി. പക്ഷെ അവിടെ ചെന്നപ്പോൾ നമ്മുടെ മൗലാന അബ്ദുൽ കലാം ആസാദിനെ പോലെയുള്ള വലിയ വ്യക്തികളുമായിട്ട് ബന്ധപ്പെടുകയും അവരുടെയൊക്കെ ഒരു ഇൻഫ്ലുവൻസിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ദേശീയ പ്രസ്ഥാനത്തിലേക്ക് ജോയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ജനിച്ചതാണ് ഈ ഒരു ഭാഗത്ത് അല്ലെങ്കിൽ ഈ ഒരു വീട്ടില്. പിന്നീട് അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് കൂടുതലും മലബാറായിരുന്നു. കോഴിക്കോട് കേന്ദ്രീകരിച്ചാണ് അദ്ദേഹം ദേശീയ പ്രസ്ഥാനങ്ങളെല്ലാം തുടക്കം കുറിക്കുന്നത്. പക്ഷേ ഈ വീടിന്റെ പേര് കറുകപ്പാടത്ത്, ഇവരുടെ കുടുംബ പേരെന്ന് പറയുന്നത് കറുകപ്പാടത്ത് എന്നുള്ളതാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത് കണ്ടാൽ തന്നെ ഒരു മലബാർ ശൈലിയുണ്ട് ഈ വീടിന്. അപ്പം ഇവർക്ക് കോഴിക്കോടുമായിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ടായിരുന്നോ? അതായത് ഇവരുടെ കുടുംബ പരമ്പരയിൽ പെട്ട ഹാജി എന്ന് പറയുന്ന ഒരു വ്യക്തി നമ്മുടെ സാമൂതിരി രാജാവിന്റെ കാലഘട്ടത്തിൽ മന്ത്രിപദത്തിൽ ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ ആ സമയത്ത് പിന്നീട് അവർക്ക് പോർച്ചുഗീസുമായിട്ടുള്ള ഒരു അലൈൻമെന്റ് വരുന്ന സമയത്ത് ഇവര് സാമൂതിരിയുമായിട്ട് പിണങ്ങി ഇങ്ങോട്ടേക്ക് കൊടുങ്ങല്ലൂരിലേക്ക് വരികയാണ് ചെയ്തത്. അദ്ദേഹത്തിന്റെ തലമുറയിലെ 9ാമത്തെ തലമുറയിൽപ്പെട്ട ആളാണ് അബ്ദുറഹ്മാൻ സാഹിബ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇവരുടെ ഒരു ഗൃഹത്തിന് ഈ പറയുന്ന നമ്മുടെ മലബാർ ശൈലിയിലുള്ള ഒരു രൂപം വരുന്നത്. ഞങ്ങളൊന്ന് ചുറ്റിക്കയറി സഞ്ചരിച്ച് കണ്ടു, എന്നാൽ പോലും അതിനെ കുറിച്ച് ഒന്ന് പറയാം. അകത്ത് എന്തൊക്കെ കാണാൻ സാധിക്കും നമുക്ക്? അകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതൊരു 4 ശൈലിയിലുള്ള വീടാണ്. പിന്നെ അന്നത്തെ കാലത്തെ ഏറ്റവും കൂടുതൽ സമ്പന്നരാണ് ഈ രീതിയിലുള്ള ഒരു വീടെല്ലാം നിർമ്മിക്കുന്നത് തന്നെ. 4 ആയതുകൊണ്ട് തന്നെ നമുക്ക് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ വളരെ ഭംഗിയായിട്ട് നമുക്കൊരു നടുത്തളം കാണാൻ പറ്റും. സ്വാഭാവികമായിട്ടും അതിനെ ചുറ്റിയാണ് നമ്മുടെ എല്ലാ മുറികളും നിൽക്കുന്നത്.
പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് ഒരു സീക്രട്ട് ആയിട്ടുള്ള ഒരു അറ ഉണ്ടായിരുന്നു. അത് ഞങ്ങള് എവിടെയായിട്ടാണ് വരും? നമ്മൾ കയറി വരുമ്പോൾ ചെല്ലുമ്പോൾ തന്നെ നമുക്കത് കാണാൻ പറ്റും. കയറി അകത്തേക്ക് ചെല്ലുന്ന ഭാഗത്ത് തന്നെ ഒരു വാതിലുണ്ട്. ആ വാതിലിനുള്ളിലാണ് താഴെ ഭാഗത്തായിട്ടാണ് സീക്രട്ട് അറ ഉണ്ടായിരുന്നത്. ഈ അറ ഈ കാണുന്ന നിലവറ പോലെ അല്ലെങ്കിൽ അറ പോലെ കാണുന്നതിന്റെ താഴെയായിട്ട് അതുവഴി രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 10 പേർക്ക് ആ ഒരു മുറിയുടെ ഉള്ളിൽ ഒളിച്ചു നിൽക്കാൻ പറ്റും. എന്തെങ്കിലും ഒരു ആക്രമണ സാധ്യത വന്നു കഴിഞ്ഞാൽ അവർക്ക് ആ വാതിൽ തുറന്ന് താഴെ കൂടെയാണ് അതിന്റെ ഒരു അറ പോകുന്നത്. പുറത്തേക്ക് ഇറങ്ങിയിട്ട് അതുവഴി പുറത്തേക്ക് പോകാനുള്ള ഒരു സംവിധാനമുണ്ട്. അത് പണ്ടത്തെ കാലത്തെ ഭൂരിഭാഗം വീടുകളിലും അവരുടെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ നാലുകെട്ട് പോലെയുള്ള വീടുകളിലെല്ലാം അത്തരത്തിലുള്ളതായിരുന്നു. കാരണം ഒരു കാലഘട്ടം മുഴുവൻ ഈ പറയുന്ന പോലെ സ്വാതന്ത്ര്യ സമരത്തിനും അല്ലെങ്കിൽ അന്നത്തെ രീതികളിൽ അവർ പോരാടാൻ തയ്യാറായിട്ട് നിന്നിരുന്ന മനുഷ്യര് വീട് പണിയുന്ന സാഹചര്യത്തിൽ രക്ഷപ്പെടാനുള്ള ഒരു മാർഗം കൂടി അവർ കരുതിയിരുന്നു. അതിപ്പോ നമുക്ക് തുറന്നു കാണാനുള്ള ഒരു സാഹചര്യങ്ങളൊന്നും ഇല്ല. അതെല്ലാം ഇപ്പൊ നിലവില് മുസ്ലിം പൈതൃക പദ്ധതി രണ്ടാമത് ഇത് റിനോവേറ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്തത്. നമ്മളിപ്പോ ഈ കാണുന്ന രീതിയിലായിരുന്നില്ല. എന്നാലും ഇതിന്റെ ആ ഒരു പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാണ് ചെയ്യുന്നത്. അല്ല, അത് വളരെ അഭിനന്ദനാർഹമാണ്. കാര്യം നമുക്കത് കാണാൻ കൂടെ സാധിക്കും. കാര്യം അത്തരത്തിൽ ഇത് മെയിൻ്റെനൻസ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പം ഇരുനില കെട്ടിടമാണ്, അതിന് മുകളിൽ ചെറിയൊരു അറ പോലെ മുകളിലും ഉണ്ടല്ലേ. പക്ഷെ ഈ ജനാലകളാൽ സമ്പന്നമാണ് ഈ വീട് അല്ലേ? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, കാരണം പണ്ടത്തെ കാലഘട്ടത്തിൽ നമുക്ക് വൈദ്യുതി സംവിധാനങ്ങളില്ല. അപ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം വീടിനകത്തേക്ക് വെളിച്ചം വരിക, അതുപോലെ തന്നെ വായു വരിക എന്നുള്ളതാണ്. ഇത് രണ്ടിനും വേണ്ടിയിട്ടാണ് പഴയ കാലഘട്ടത്തിലെ ഭൂരിഭാഗം വീടുകളിലും, പ്രത്യേകിച്ച് ഇപ്പൊ ഇവിടെ ആണെങ്കിലും കൂടുതൽ ജനലുകൾ നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ തൊട്ട് മുകളില് നമുക്ക് 2 മുറികൾ, ഒന്ന് വലിയൊരു ഹാൾ പോലെ കാണാം, അതിനപ്പുറത്തൊരു റൂം പോലെ കാണാം. നല്ല രസമാണ് അവിടെ ഇരിക്കുക. അപ്പം ഈ ഹോളിനകത്ത് നമുക്ക് സൈഡിൽ ഒരു ടോയ്ലറ്റ് ഫെസിലിറ്റി ആണോ കൊടുത്തിരിക്കുന്നത്? ടോയ്ലറ്റ് ഫെസിലിറ്റി ആണ്, അന്നത്തെ കാലത്തെ ടോയ്ലറ്റ് ഫെസിലിറ്റി ആണ് ഇതെന്ന് പറയുന്നത്. താഴേക്ക് ഇറങ്ങി വരാതെ, ഇപ്പൊ നമ്മുടെ വീടുകളൊക്കെ ബാത്റൂം അറ്റാച്ച്ഡ് അല്ലേ, സെയിം അതേ കാര്യം തന്നെ ഇന്നത്തെ സംവിധാനങ്ങൾക്ക് പകരം അന്ന് ലഭ്യമായ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടാണ് അവർ ചെയ്തത്. അതിന് മുകളിലുള്ള പോർഷൻ എന്താണ്? സാധനങ്ങൾ സൂക്ഷിക്കാൻ, സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്നത്. നമ്മുടെ ഇവിടേക്ക് ഇപ്പൊ മുസ്ലിം പൈതൃക പദ്ധതിയുടെ ഭാഗമായിട്ട് ഇത് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് കാണുമ്പോൾ ഇത് ഭയങ്കര രസമാണ്, ഭയങ്കര കുറച്ചുകൂടെ മനോഹരമായിട്ടുണ്ട്. ജനങ്ങളെ ഇവിടേക്ക് എത്തിക്കാൻ ശ്രമിക്കാൻ ഇതിന്റെ കൂടെ തന്നെ കൊടുങ്ങല്ലൂർ അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തെ മറ്റ് മഹാന്മാരുടെ പടങ്ങൾ കൂടി ഇവിടെ വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആ കണക്ഷൻ കൂടെ വെച്ചിട്ടുണ്ട്. അത് എന്തുകൊണ്ട് അങ്ങനെ ചെയ്യാനുള്ളൊരു അല്ല, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം പൈതൃക പദ്ധതി ഇതൊരു ലൈഫ് സ്റ്റൈൽ മ്യൂസിയം എന്ന രീതിയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു മ്യൂസിയമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ വരുന്ന ആളുകൾ അബ്ദുറഹ്മാൻ സാഹിബിനെ കുറിച്ച് പഠിക്കുക എന്നതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ നാടുമായിട്ട് ബന്ധപ്പെട്ട് നിന്ന് നിൽക്കുന്ന ആ ഒരു നവോത്ഥാന കാലഘട്ടത്തെ കൂടി മനസ്സിലാക്കുക. നമ്മുടെ കവികൾ പറയുന്ന പോലെ നമ്മൾ എങ്ങനെ നമ്മളായെന്ന് എത്തിക്കുക എന്നുള്ളതും കൂടെയാണ് മുസ്ലിം പൈതൃക പദ്ധതിയുടെ ഉദ്ദേശ ലക്ഷ്യം. മുഹമ്മദ് അബ്ദുൽ റഹ്മാൻ സാഹിബ്, പേര് പറഞ്ഞപ്പോൾ ഒരു ആവേശം അല്ലേ? അതെ, ആ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി നമുക്ക് വേണ്ടി പോരാടിയ ആളല്ലേ, പിന്നെ എങ്ങനെ ആവേശം വരാതിരിക്കും? അദ്ദേഹത്തിന്റെ ജന്മഗ്രഹവും അതുപോലെ തന്നെയാണ് അല്ലേ? എന്തൊക്കെ പ്രത്യേകതകളാണ്, ഒരു 4 കെട്ടാണ്, അതിന്റെ ആർക്കിടെക്ചർ ഭംഗി. അതെങ്ങനെ ഇരുന്നാ മതിയോ, നമുക്കൊരു രുചി വിഭവം കാണണ്ടേ? അതെ, ഈ അഴീക്കോടിന് അപ്പുറത്തെ കര വൈപ്പിൻ കരയിൽ ഇങ്ങേറ്റത് മൊനമ്പത്ത് നമുക്കായിട്ട് ഒരു രുചി വിഭവമായിട്ട് ജയന്തി ആന്റി കാത്തിരിപ്പുണ്ട്. എന്നാലും നമുക്ക് അങ്ങോട്ടേക്ക് പോവാം, വരൂ. അപ്പൊ അതെ, നമ്മളെ അഴീക്കോട് നിന്ന് നേരെ ഇവിടെ മുനമ്പത്തേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ കൂടെ ഉള്ളത് ജയന്തി ആന്റിയാണ്. ഹലോ, നമസ്കാരം ജയന്തി ആന്റി. നമസ്കാരം. ഞങ്ങള് മറ്റേ അഴീക്കോട് അബ്ദുറഹ്മാൻ സാഹിബിന്റെ വീട്ടിലൊക്കെ പോയി ആ ചരിത്രമൊക്കെ അറിഞ്ഞു. അപ്പൊ ഇങ്ങോട്ടേക്ക് വന്നപ്പോ നല്ല വിശപ്പ്. അപ്പൊ ഞങ്ങളോട് പറഞ്ഞു ജയന്തി ആന്റിയുടെ വീട്ടിൽ കയറിയൊക്കെ നല്ല ഫുഡ് കിട്ടുമെന്ന്. ആണോ? നല്ല ഫുഡ് തന്നെ. ജയന്തി ഇത് നല്ലൊരു ഷെഫാണ്, നല്ലതായിട്ട് കുക്ക് ചെയ്യും എന്നാണ് എല്ലാരും പറയുന്നത്. അത് തെളിയിച്ചു കൊടുക്കണം. ഞാൻ രുചിച്ച ജനങ്ങൾ പറയും അത് കറക്റ്റ് ആണെന്നുള്ളത്. അപ്പം എന്താണ് ഞങ്ങൾക്ക് ഇന്ന് സ്പെഷ്യലായിട്ട് ഹെറിറ്റേജ് വേർഡ്സ് ഞങ്ങൾക്ക് ഈ പ്രോഗ്രാമിന് തരാൻ പോകുന്നത്? ഇന്ന് കപ്പ ഉപ്പുമാവ്. ഓഹോ, അത് ഈ മുനമ്പത്തും ഇവിടൊക്കെ എല്ലാരും കഴിക്കുന്ന സാധനമാണോ? എല്ലാരും കഴിക്കുന്നതാണ്. സൈഡ് ഇച്ചിരി മീൻ കറിയൊക്കെ വെച്ച് കഴിച്ചാൽ നിങ്ങൾക്ക് മീൻ ഇല്ലാതെ പറ്റത്തില്ല. മീനാണ് മസ്റ്റ്. ഓക്കെ, അപ്പം ഇപ്പം മീനില്ല, നമ്മുടെ കപ്പ ഉപ്പുമാവ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ ഇത് കപ്പ വേവിച്ച് വെച്ചേക്കാണോ? കപ്പ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എത്ര കപ്പയുണ്ട് ഇത്? ഇതൊരു 1 kg ഉണ്ടാവും. 1 kg കപ്പ. അപ്പൊ ഈ വേണമെങ്കിൽ കപ്പ വേവിച്ച് മറ്റേ പുഴുങ്ങിയൊക്കെ കഴിക്കുന്ന സമയത്ത് അത് വേണേ ബാക്കി വെച്ചിട്ട് നമുക്ക് വേണേ കപ്പ ഉപ്പുമാവ് ഉണ്ടാക്കാം അല്ലേ? ഉണ്ടാക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. റെഡി.
അപ്പൊ ആദ്യം എന്താണ് ചെയ്യുന്നത്? ആദ്യം നമുക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ വെളിച്ചെണ്ണയാണോ? ആ വെളിച്ചെണ്ണയാണ് അല്ലേ? അടുത്തത് കടുക് ഇടാ. കടുക് ഇടുക. അതിന്റെ കൂടെ അടുത്ത് എന്താ വേണ്ടേ? സവാള ഇടാ. സവാള ഇതൊക്കെ ഇതൊക്കെ മിക്സ് ഉണ്ട്. സവാള ഉണ്ട്, പിന്നെ പച്ചമുളക് എത്ര ഒരു 4 ഉണ്ട്. പച്ചമുളക്, പിന്നെ നമ്മുടെ മുളക് അല്ലേ, പിന്നെ ഇച്ചിരി കറിവേപ്പില. ഓക്കെ, ആ ഒരു മിക്സ് ആണത്. ആഹാ, നമുക്കിത് വാടാനായിട്ട് പെട്ടെന്ന് വാടാനായിട്ട് ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം. ഇത്തിരി ഉപ്പ് പൊടിയാണോ? പൊടിയാണത്. ഉപ്പ് പൊടി പെട്ടെന്നൊന്ന് വഴങ്ങാൻ വേണ്ടി അല്ലേ? അതിപ്പോ സവാള പെട്ടെന്ന് വാടിക്കിട്ടോ. ഒന്ന് വാടി വരുന്നുണ്ട്. ശരിക്കും നമ്മൾ സാധാരണ മറ്റേ റവ കൊണ്ടുള്ള ഉപ്പുമാവ് ഉണ്ടാക്കുന്നതിന്റെ ഒരു ഏകദേശം ആ ഒരു മോഡലൊക്കെ മോഡൽ തന്നെ. അപ്പൊ അടുത്ത് എന്താ വേണ്ടത്? കറിവേപ്പില. കറിവേപ്പില കറിവേപ്പില മസ്റ്റാണ്. നമുക്ക് കപ്പ ഇടാം. കപ്പ നമ്മള് വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ, അത് കൊത്തി അരിഞ്ഞതാ അല്ലേ കപ്പ? അതോ കൊത്തി അരിഞ്ഞിട്ട് ഉടച്ചെടുക്കാം. അപ്പൊ കപ്പ ഇടുവാണ്. കപ്പ ഇടേണ്ട. ഈ കപ്പ വേവിക്കുമ്പോഴേ ഈ പുഴുങ്ങുന്ന ഈ സമയത്ത് ഈ എന്തോ വെള്ളമുപ്പ് മാത്രമുള്ളോ എന്തോ ആയിരിക്കും? അതിൻ്റെ കൂടെ വേറെ ഒന്നും ചേർക്കും? എന്തെങ്കിലും ചേർക്കൂല? മഞ്ഞളും എല്ലാം ചേർക്കും? മഞ്ഞള് നമ്മള് ഇടണവരുണ്ട്. മഞ്ഞളിട്ടും പുഴുങ്ങാറുണ്ട്. നമ്മളിപ്പോ അങ്ങനെ ചെയ്തിട്ടില്ല. ഇല്ല, നമുക്ക് നാളികേരത്തിൽ മഞ്ഞളുണ്ട് ഓൾറെഡി. ഓ ശരി ശരി. അപ്പൊ നമുക്ക് അതിന്റെ ആവശ്യമില്ല. അപ്പൊ നമ്മൾ ഈ നാളികേരം ചേർക്കാനുണ്ടല്ലേ? ഈ നാളികേരത്തിനകത്ത് എന്തൊക്കെയുണ്ട്? അത് നാളികേരവും മഞ്ഞപ്പൊടിയും മാത്രമേ ഉള്ളൂ. മാത്രം ജസ്റ്റ് മിക്സ് ചെയ്തതേ ഉള്ളൂ? മിക്സ് ചെയ്തത്. വറുത്തിട്ടൊന്നുമില്ല? ഇല്ല ഇല്ല. അപ്പൊ നമ്മളതിന്റെ ഇത് എത്ര തേങ്ങ ഉണ്ടാവും? ഏകദേശം എത്ര നാളികേരം ഉണ്ടാവും? അത് ഒരു അരമുറി കൂടുതലുണ്ട്. നാളികേരവും മഞ്ഞളും കൂടെ ഉള്ളൊരു മിക്സ് ആണത്. പേരിനൊരു ഉപ്പിടാം. ഇത് പൊതുവെ ചെയ്യുന്നതിന്റെ ഏത് സമയത്ത് ഇത് ഉണ്ടാക്കുന്നത്? രാവിലെ ആണോ വൈകിട്ടാണോ ഇതിന്റെ? നമുക്ക് വൈകിട്ട് നല്ല 4 മണി ചായക്കൊക്കെ കഴിക്കാൻ വേണ്ടി അല്ലേ? കഴിക്കാം. നല്ല കായലിൽ നിന്നോ കടലിൽ നിന്നോ വരുന്ന നല്ല മീനും അല്ലേ അങ്ങോട്ട് കൂട്ടി. പൊതുവെ മീൻ കറിയാണോ കൂട്ടി കഴിക്കുന്നത്? മീൻകറി ഇത് സാധാരണ ഇത് വെറുതെ നമുക്ക് ചായക്ക് കഴിക്കാം. മീനും സൈഡ് ഉണ്ടെങ്കിൽ വെച്ച് കഴിക്കാം. അല്ലേ? ഫൈനലായി. അപ്പൊ അതേ നമ്മുടെ ജയന്തി ആന്റിയുടെ നല്ല കപ്പ ഉപ്പുമാവ് അല്ലെ? ഒരു കപ്പ വേവിച്ചതുപോലെ പലയിടങ്ങളിൽ പല രീതിയിൽ പറയാം. ഇവിടെ കപ്പ ഉപ്പുമാവാണെന്ന് പറയുന്നത്. അപ്പൊ ജയന്തിന്റെ സ്പെഷ്യൽ. അപ്പൊ നമുക്ക് ഇനി കഴിക്കേണ്ട രീതിയിലേക്കാണ് എത്തേണ്ടത്. കഴിക്കാറായോ? കഴിക്കാല്ലോ. പിന്നെ കഴിക്കാം അല്ലേ? ചൂടനെ കഴിക്കാം. അപ്പം ജയന്തി ആന്റി, ഞാൻ പ്ലേറ്റും സ്പൂണായിട്ട് ഇവിടെ റെഡിയാണ്. അപ്പം നമുക്ക് കഴിച്ചു നോക്കാം. മതി. അതേ കണ്ടോ, ജയന്തിയുടെ സ്പെഷ്യൽ കപ്പ ബിരിയാണിയാണ് കേട്ടോ. കപ്പ ഉപ്പുമാവാണ് ജയന്തിന്റെ സ്പെഷ്യൽ കപ്പ ഉപ്പുമാവ്. കപ്പ ബിരിയാണി ഇടയ്ക്ക് പറഞ്ഞോണ്ട് എനിക്ക് ബിരിയാണി വന്നു കേട്ടോ. ഇവിടെ കപ്പ പുട്ട് കിട്ടാം. ജയന്തിയുടെ അടുത്ത് വന്നാൽ മതി, മുനമ്പത്ത് എത്തിയാൽ മതി. കപ്പ ബിരിയാണി വേണേ കപ്പ ബിരിയാണി, കപ്പ ഉപ്പുമാവ് വേണേ കപ്പ ഉപ്പുമാവ്, കപ്പ പുട്ട് വേണേ കപ്പ പുട്ട്, എല്ലാം റെഡി. കൂടെ നല്ല മീൻകറി. അപ്പൊ ഞാൻ കഴിക്കട്ടെ? ഓക്കെ, ഏറെ എടുത്തേക്കാം. നമ്മള് കപ്പ വേവിച്ചത് ഞാൻ പത്തനംതിട്ടക്കാരനാണ്. അവിടെ കപ്പ വേവിച്ചതെന്ന് വേണേ പറയത്. കപ്പ വേവിച്ച് കഴിക്കാന്ന് പറഞ്ഞത്. പക്ഷെ ഇത് അടിപൊളി ടേസ്റ്റ് ആണ്. പ്രത്യേകിച്ച് കടുവിന്റെ ടേസ്റ്റ് മുമ്പിലുണ്ട്. അതുപോലെ ഞാൻ വിചാരിച്ചു ഇത്ര ഉപ്പ് ഇട്ടപ്പോ ഉപ്പ് കൂടത്തില്ല. ഒരു കൂടലും ഇല്ല. കറക്റ്റ് സമാസമം. നല്ല കിടുക്കാച്ചി മുനമ്പ സ്പെഷ്യൽ കപ്പ ഉപ്പുമാവ് ദേ ഇവിടെ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ജയന്തി ആന്റി, അപ്പം അടിപൊളിയാവട്ടെ. ഞങ്ങൾക്ക് ഇത്രയും നല്ലൊരു ഡിഷ് ഞങ്ങൾക്കായിട്ട് തന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മനസ്സ് നിറഞ്ഞു. അപ്പം എല്ലാവിധ നന്ദിയും പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ഞങ്ങളുടെ പേര് നേരെയാണ് കേട്ടോ.
അപ്പൊ ഇതുപോലെ ഇഷ്ടം പോലെ വെച്ചു കൊടുക്കാൻ, ഇഷ്ടമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ വെച്ചു കൊടുക്കാൻ സാധിക്കട്ടെ. ചേച്ചിയുടെ ഈ പാചകകല തുടർന്ന് വരട്ടെ. താങ്ക് യു. താങ്ക് യു. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ ഹെറിറ്റേജ് ബൈറ്റ്സ് ഇന്നത്തേക്ക് വിടവാങ്ങുകയാണ്. നമുക്കറിയാം അബ്ദുറഹ്മാൻ സാഹിബിന്റെ വിശേഷങ്ങൾ, അദ്ദേഹത്തിന്റെ ചരിത്രം, അദ്ദേഹം നൽകിയ സംഭാവനകളെ കുറിച്ചൊക്കെ നമ്മൾ അറിഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ജയന്തിയുടെ പ്രിയപ്പെട്ട നല്ല കിടിലൻ കപ്പ ഉപ്പുമാവ് നമ്മൾ രുചിച്ചറിഞ്ഞു. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കണ്ടുവിട്ടാൽ അതുവരേക്കും ബൈ ബൈ.